നമസ്കാരം മുത്തുമണികളെ. നമ്മുടെ ജെറുസലേം മാലപ്പടക്കം ഉണ്ടല്ലോ, നമ്മൾ ഈ തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകും. ഏത് ജൂതന്മാരെ കണ്ടാലും അവൻ്റെ പിന്നാലെ പൊക്കോണ്ടിരുന്ന് ആവശ്യത്തിനും അനാവശ്യത്തിനും കൊടുത്ത് നല്ല രീതിയിൽ പണം ഉണ്ടാക്കി ചീർത്ത് കൊഴുത്ത് അവിടെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരവും അസംബന്ധവും വിളിച്ചു പറയുന്ന ഈ പിഴച്ചവളുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ 10 വർഷം പൂർത്തീകരിച്ചു. അടുത്ത ഒരു തുടർ ഭരണത്തിന് വേണ്ടിയുള്ള എല്ലാ സംഭവങ്ങളും ചെയ്തു വെച്ചിട്ട് അവർ ഇലക്ഷന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ഇനിയൊരു ഭരണം പിണറായി സർക്കാരിന് കൊടുക്കണോ അല്ലെങ്കിൽ പുതിയൊരു സർക്കാർ വരണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളാണ്. അവർക്ക് നല്ല വിവേകമുണ്ട്, ബുദ്ധിയുണ്ട്, അവർ കൃത്യമായിട്ട് അത് തിരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ ഈ ജെറുസലേമിലിരിക്കുന്ന ലെവക്കുണ്ടല്ലോ, വല്ലാത്ത ഊത്തലും ചൊറിച്ചിലും കടിയ. പ്രത്യേകിച്ച് സഖാക്കന്മാരെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് കടിയുണ്ടാവും, കോൺഗ്രസ്സുകാരെ കാണുമ്പോൾ ഇവർക്ക് കടിയുണ്ടാവും, മുസ്ലിങ്ങളെ കാണുമ്പോൾ അതിനേക്കാട്ടിലും വലിയ ചൊറിച്ചിലും മൂത്തലും കടിയാണ് ഇവക്ക്. പിന്നെ ക്രിസ്ത്യാനികളിൽ തന്നെ പാസ്റ്റർമാരെ കണ്ടാലും നല്ല ക്രിസ്ത്യാനികൾ നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോഴത്തേക്ക് അവരെയും പുലഭ്യത്തരവും തെമ്മാടിത്തരവും പറയുന്ന ഈ പിഴച്ചുണ്ടായിട്ടുള്ള ഈ പിഴച്ച സന്തതി ഇസ്രയേലിൽ എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അല്ലേ. അവൾ അവിടെ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ളതും ഞാൻ പ്രത്യേകിച്ച് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല എന്നെനിക്കറിയാം. അപ്പോൾ നമ്മുടെ പിണറായി സഖാവിനെ കുറിച്ചിട്ട് ഇവരുടെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തന്നെ വൈറലായിട്ടുണ്ട്. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരാധമന്മാരായിട്ടുള്ള സാത്താന്റെ സന്തതികളോടാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ പ്രിയം. അല്ല, ഒന്നാം തരം സാത്താന് പിഴച്ചുണ്ടായതാണെന്നുള്ളത് ഇവളുടെ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ പിണറായി സഖാവിനെ കുറിച്ചിട്ട് ഇവൾ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എന്നിട്ട് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജിയെ കുറിച്ച് പറയുന്നത് കേൾക്കണം. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അതിനി ആര് തന്നെയാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്നു. പക്ഷേ അവരുടെ രാഷ്ട്രീയത്തോടും അവർ പറയുന്ന വാക്കുകളോടും നമുക്ക് അതൃപ്തി എന്ന് വിചാരിച്ച് നമ്മൾ അധിക്ഷേപിക്കാനോ തയ്യാറല്ല. പക്ഷെ ഇവളെ പോലെ സംഖ്യയിൽ കാസയ്ക്കുണ്ടായിട്ടുള്ള കൂതറ സാധനങ്ങൾ മാത്രമേ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങൾ വിളിച്ചു പറയത്തുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ടൊന്ന് കേട്ടതിന് ശേഷം കൃത്യമായിട്ട് ഇതിന് മറുപടി ഇവളുടെ അണ്ണാക്കി പന്നിപ്പടക്കം പൊട്ടുന്ന രീതിയിലായിരിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോ ഒന്ന് നോക്കാം. ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്. ഏത് ക്യാപ്റ്റൻ? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ക്യാപ്റ്റൻ, നേരെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ക്യാപ്റ്റൻ, ആളുകളെ കണ്ട് പേടിച്ചോടുന്ന ക്യാപ്റ്റൻ. ഇതൊക്കെ വെച്ചിട്ട് ബിജെപി ഇട്ട് നിന്നെ പോലുള്ളവന്മാർക്ക് ഉളുപ്പില്ലാതെ കളിക്കാവുന്നല്ലാണ്ട് ആ പിണുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാട് കുട്ടിച്ചോറായി കിടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത് ആരൊക്കെയോ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ അങ്ങ് ഭരണം നടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു പ്രത്യേക ആക്ഷൻ, ആ ആക്ഷനാണ് കടക്ക് കറുത്ത് എന്ന് പറയുന്ന ആക്ഷൻ, ആ മോന്ത വീർപ്പിച്ചിട്ടുള്ള ആക്ഷൻ. ഇതിനൊക്കെ പോയി ഒരു മുഖ്യമന്ത്രി എന്ന് പറയാനായിട്ട് ആ നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ഇതിനൊന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ബിജെപി ഇട്ട് കളിക്കാൻ കുറെ സഖാക്കള്. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? നരേന്ദ്രമോദിയെ നോക്കി പഠിക്കുക. തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഗാംഭീര്യം. പൂച്ച കണ്ടാൽ പോലും ഓടിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട. നമസ്കാരം. എന്തായാലും നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി പുറത്തും അകത്തുമുള്ള മലയാളികൾക്കൊക്കെ വളരെ നല്ല അഭിപ്രായമാണ്. ഇസ്രായേലിലുള്ള ഒരു മലയാളി യുവതിയുടെ പ്രതികരണമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഇസ്രായേലിലെ സുരക്ഷിതത്തിൽ നിന്നുകൊണ്ടാണ് അവരത് പറയുകയും ചെയ്യുന്നത്. ഇവിടെയാണെങ്കിൽ അറിയാമല്ലോ, കമ്മികൾ ചിലപ്പോൾ ഇന്നോവ വിട്ടേക്കും. പക്ഷേ അവർക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റി പിണറായിയോടുള്ള അതേ അഭിപ്രായമല്ല കേട്ടോ. പിണറായിയോട് നരേന്ദ്രമോദിയുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാനാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കൊരു ക്യാപ്റ്റൻ ഉണ്ട്. ഏത് ക്യാപ്റ്റൻ? വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ക്യാപ്റ്റൻ, നേരെ വണ്ടി ഓടിക്കാൻ അറിയാത്ത ക്യാപ്റ്റൻ, ആളുകളെ കണ്ട് പേടിച്ചോടുന്ന ക്യാപ്റ്റൻ. ഇതൊക്കെ വെച്ചിട്ട് ബിജെപി ഇട്ട് നിന്നെ പോലുള്ളവന്മാർക്ക് ഉളുപ്പില്ലാതെ കളിക്കാവുന്നല്ലാണ്ട് ആ പിണുവിനെ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. നാട് കുട്ടിച്ചോറായി കിടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രി ഒരു മുഖ്യമന്ത്രിയാക്കി വെച്ചിരിക്കുക. നമ്മുടെ നാട്ടിൽ ഭരിക്കുന്നത് ആരൊക്കെയോ ആരുടെയൊക്കെയോ നിയന്ത്രണത്തിൽ അങ്ങ് ഭരണം നടക്കുക. വെറും ഒരു ഡമ്മി മുഖ്യമന്ത്രി ഉണ്ടാക്കി വെച്ചിട്ട് നമ്മുടെ നാട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഒരു പ്രത്യേക ആക്ഷൻ, ആ ആക്ഷനാണ് കടക്ക് കറുത്ത് എന്ന് പറയുന്ന ആക്ഷൻ, ആ മോന്ത വീർപ്പിച്ചിട്ടുള്ള ആക്ഷൻ. ഇതിനൊക്കെ പോയി ഒരു മുഖ്യമന്ത്രി എന്ന് പറയാനായിട്ട് ആ നരേന്ദ്രമോദിയുടെ കാല് കഴുകി വെള്ളം കുടിച്ചാൽ പോലും ഇതിനൊന്നും മുഖ്യമന്ത്രിയാകാനുള്ള യോഗ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യത പോലും ഇല്ലാത്ത ഒരു സാധനമാണ് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിയുടെ പേരും പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും ബിജെപി ഇട്ട് കളിക്കാൻ കുറെ സഖാക്കള്. നാണമുണ്ടോ നിങ്ങൾക്കൊക്കെ? നരേന്ദ്രമോദിയെ നോക്കി പഠിക്കുക. തെരുവിലൂടെ നടക്കുമ്പോൾ തന്നെ അതിന്റെ ഗാംഭീര്യം. പൂച്ച കണ്ടാൽ പോലും ഓടിപ്പോകും നമ്മുടെ മുഖ്യമന്ത്രിയെ കണ്ട. സത്യത്തിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുന്ന പിണറായിക്കും പരിവാരങ്ങൾക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ ഉളുപ്പ്, ലജ്ജ, നാണം, അപമാനം ഇതൊക്കെ തോന്നേണ്ടതാണ്. പക്ഷേ ബുള്ളറ്റ് പ്രൂഫ് നിർമ്മിക്കാനുള്ള തരത്തിലുള്ള തൊലിക്കട്ടിയുള്ള അവർക്ക് ഇതും പൂമാലയാകും. യഹൂദന്മാരെ കാണുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ചൊറിച്ചല്. യഹൂദന്മാരെന്ന് കേട്ടാൽ തന്നെ കേരളത്തിലുള്ള ക്രിസ്ത്യാനിക്കും ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാം തന്നെ, കാരണം മുസ്ലിങ്ങൾ പടച്ചുവിട്ട ഒരു കുറെ കള്ളക്കഥകളിനകത്ത് മുഴുങ്ങിക്കിടക്കുന്നവരായിരുന്നല്ലോ ക്രിസ്ത്യാനികള്, ഹിന്ദുക്കളും ഒക്കെ. സത്യം എന്താണെന്ന് അറിയാതെ ഇങ്ങനെ ജീവിച്ച കുറെ സമൂഹം നമ്മുടെ കേരളത്തിൽ അന്നുമുണ്ട്, ഇന്നുമുണ്ട്. അന്ന് കുറെ കൂടുതലായിരുന്നു. പക്ഷേ ദൈവത്തിന്റെ കൃപയാൽ കുറെ ലൈവ് വരാൻ പറ്റി. 2020 തൊട്ടേ ഇവിടുത്തെ ഷേവ് ഗാഷയുടെ പ്രത്യേകത എന്താണെന്നും ഇവിടെയുള്ള എന്താ പറഞ്ഞ
മതം തീഞ്ഞ് ജീവിക്കുന്നവന്മാരുടെ സ്വഭാവം എന്താണെന്നും കാണിച്ചു കൊടുക്കാനായിട്ട് ലൈവ് വരാൻ പറ്റി. അങ്ങനെ അന്ന് തൊട്ട് ലൈവ് വന്നതോടുകൂടി തന്നെ കേരളത്തിലെ ഏകദേശം തലച്ചോറുള്ള, ബുദ്ധിയുള്ള, കാര്യങ്ങളെ വിവേചിച്ചറിയാൻ കഴിവും കപ്പാസിറ്റിയുമുള്ള ഒരു കൂട്ടം ക്രിസ്ത്യാനികളും ഒരു കൂട്ടം ഹിന്ദുക്കളും എന്ത് ചെയ്തു? തിരിച്ചറിവുണ്ടായി. അപ്പൊ അവർക്ക് മനസ്സിലായി, ഇത്രയും നാളും നമ്മളെ കൊണ്ട് ഇവന്മാര് കരയിപ്പിച്ചു കൊണ്ടിരുന്ന ഷേവുക വലസീൻ എന്നൊക്കെ പറയുന്നത് വ്യാജ ഹാഷ്ടാഗാണ്. ഇനി അങ്ങനെ നമ്മൾ ഹാഷ്ടാഗ് ഇട്ട് കളിക്കാനുള്ളവരല്ല. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നുള്ളത് തിരിച്ചറിവും ബോധവും ഒക്കെ പിന്നീട് ആളുകൾക്കുണ്ടായി. പിന്നീട് എന്ത് ചെയ്തു? ആ 2020 കാലം തൊട്ടേ മാറ്റങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു. ഇന്ന് ഇസ്രായേലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടമാണ് ഇന്ന് കൂടുതൽ. മതമാണ് ഷാജഹാന്. ഷാജഹാൻ എന്താണ്? മതമാണ്. അവർക്കൊക്കെ മതം പറയാം, വേറെ ആരും പറയാൻ പറയില്ല. ഗോപാല കൃഷ്ണൻ, ഗുരുവായൂർ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ പേരെന്തുവാ? ഗോപാലകൃഷ്ണനല്ലേ? അദ്ദേഹം പറഞ്ഞ എന്തുവാ? അദ്ദേഹം പറഞ്ഞത് എന്തുവാ? ഹിന്ദുക്കളുടെ ഒരു പ്രദേശത്ത് ഒരു ഹിന്ദു എന്ത് ചെയ്യണം? ഇതാകണം. ഹിന്ദുക്കളുടെ അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഗുരുവായൂർ എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുവന്ന് എല്ലായ്പ്പോഴും കൊണ്ടുവന്ന് ജയിപ്പിക്കുന്നത് ഒരു മുസ്ലിമിനെ കാൻഡിഡേറ്റ് ആയിട്ട് വെച്ചിട്ട് അവിടെ ജയിച്ചു പോകുന്നത്. അമ്പലങ്ങൾ എന്ന് പറയുന്ന വേശ്യാലയങ്ങൾ എന്ന് പഠിപ്പിക്കുന്നവരാ ഇവര്. അങ്ങനെ പഠിപ്പിക്കുമ്പം അദ്ദേഹത്തിന്റെ രീതിയിൽ പറഞ്ഞു. അത് എന്തോ വലിയ ആനക്കാര്യമാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങനെ പറയാൻ പാടുണ്ട്. അപ്പൊ മതമാണ് ഞാൻ ഇന്ന മതത്തിൽപ്പെട്ടവനാണ് ഞാൻ, ഈ പാർട്ടിയിൽ ഇരിക്കുന്നത് പോലും ഈ മതത്തിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് വച്ചയ്ക്ക് പറഞ്ഞവർ നമ്മുടെ നാട്ടിലുണ്ട്. അതൊന്നും വിഷയമേ അല്ല. ഇതാണ് കേരളത്തിന്റെ മതേതരം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, അവസരം ഒന്നേ ഉള്ളൂ. ഈ പ്രാവശ്യം നിൽക്കുന്ന കാൻഡിഡേറ്റ് എന്നൊക്കെ പറയുന്നത് വെടിക്കെട്ട് സാധനങ്ങളാണ്. പിന്നെ നിയമസഭയ്ക്കകത്ത് പോയി കഴിഞ്ഞാലുണ്ടല്ലോ, നിയമസഭയിൽ പോയി ഒരു ഇളക്കം ഇളക്കി കഴിഞ്ഞാലുണ്ടല്ലോ, കേരളത്തിനെ നമുക്ക് എന്താ പറയുന്നത്, വികസനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ പിന്നെ ക്രിസ്ത്യാനിയെ പേടിപ്പിക്കാനും ക്രിസ്ത്യാനിയെ പറ്റിക്കാനും വേണ്ടിയിട്ട് കുറെ മണിപ്പൂര് കണ്ടോ കേരളത്തിൽ BJP 15 വർഷമായിട്ട് BJP പിടിച്ചോണ്ടിരിക്കുവാണല്ലോ. ക്രിസ്ത്യാനികൾക്ക് തീർന്നില്ലേ? ക്രിസ്ത്യാനി നിന്റെയൊക്കെ കരച്ചില്, വൃത്തികെട്ട കരച്ചില്. BJP ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല, ക്രിസ്ത്യാനികൾ ചത്തൊടുക്കും, ക്രിസ്ത്യാനികൾക്ക് ഒരു കാര്യം നടക്കത്തില്ല, മതപരിവർത്തനം നിങ്ങൾക്ക് നടത്താൻ പറ്റില്ല. അത് സുപ്രീം കോടതിയും പറഞ്ഞു കഴിഞ്ഞു. തത്വമയി ന്യൂസിന്റെ സംഗിണി ചേച്ചിയുടെ ഓൺലൈൻ മാധ്യമത്തിലാണ് ഈ ജെറുസലേം മാലപ്പടക്കത്തിന്റെ ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിട്ട് എന്തോ വലിയ സംഭവം പോലെ അങ്ങോട്ട് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അതായത് നരേന്ദ്രമോദിജി നടക്കുമ്പോൾ ആ ഉള്ളൊരു പ്രകമ്പനം ഉണ്ടല്ലോ, അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ രോമമൊക്കെ ഇങ്ങനെ എണ്ണിച്ചു അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ. എന്താണെങ്കിലും ലെവളെ വെളുപ്പിക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഈ ചാണക ചാനലും ആ ചേച്ചിയെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ അല്ലേ? അപ്പൊ ഇവളുടെയൊക്കെ തൊലിക്കട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണ്ടാമൃഗവും തോറ്റുപോകും. അതിനെക്കാട്ടിലും വലിയ തൊലിക്കട്ടിയുള്ള ഐറ്റങ്ങളാണ് ഇവരെല്ലാം. ഇപ്പൊ ഇസ്രായേലും ഇറാനുമായിട്ടുള്ള ഈ വെടിനിർത്തൽ കരാർ വന്നതിന് ശേഷം അമ്മായി മറ്റേ ബങ്കറിനകത്ത് മറ്റേ കീഴ്വായി വിട്ട് ആകെ ശ്വാസം മുട്ടി ചാകാറായിരിക്കുകയായിരുന്നു. എന്തോ ദൈവാധീനം കൊണ്ട് പെട്ടെന്ന് ഇറാന്റെ ഔദാര്യത്തിൽ അടി നിർത്തി. ആ അടി നിർത്തിയതുകൊണ്ട് വെളിയിലോട്ട് ചാടി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെയും ഇവളുടെ സുവിശേഷം പറയുന്ന വായിന്ന് ഈ തീട്ട വർത്താനമാണ് ഇവിടുത്തെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഖാക്കന്മാരെ നിങ്ങൾ തന്നെയാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ തന്നെ വേണം ഇതിന് മറുപടി കൊടുക്കാൻ. എവളെപ്പോലുള്ള പിഴച്ച സാധനങ്ങളൊക്കെ ഏതെങ്കിലും ഒരു അവസരത്തിൽ കേരളത്തിൽ വരാൻ വിധി ഉണ്ടെങ്കിൽ വരാൻ സാധ്യതകൾ കുറവാണ്. കാരണം ഇതൊക്കെ അവിടെ തന്നെ ഒടുങ്ങുന്നതായിരിക്കും നല്ലത്. ഇവളുടെയൊക്കെ കാല് ഈ ഭൂമിയിൽ പെട്ടുപോയാണല്ലോ, ഈ ഭൂമി പോലും നശിച്ചു പോകുന്നുള്ള അത്ര ഇതൊക്കെ ഒടുക്കം എന്തായാലും ആ ജൂതരാഷ്ട്രമായിട്ടുള്ള അവിടെ തന്നെ ആയിരിക്കും. പിന്നെ പ്രധാനമന്ത്രിയൊക്കെ പൊക്കിക്കൊണ്ട് നടന്നെങ്കിൽ മാത്രമേ ലവക്ക് മറ്റേ സംഘികളിൽ നിന്നും നമുക്ക് സംഘികളുടെ കിട്ടത്തുള്ളൂ. പിന്നെ നരേന്ദ്രമോദിയുടെ കാല് കഴുകി കുടിക്കേണ്ട ഗതികേടൊന്നും ഇവിടുത്തെ കേരളത്തിലെ മലയാളികൾക്കും ഇല്ല, പ്രത്യേകിച്ച് പിണറായി വിജയനും ഇല്ല. സംഘികളുടെ ആസനവും താങ്ങി അവന്റെ മൂടും താങ്ങി അതൊക്കെ നക്കി വെളുപ്പിച്ച് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ജീവിച്ച് തീർക്കാന്നല്ലാതെ നിന്നെപ്പോലുള്ള ക്രിസംഖികൾക്ക് വേറെ എന്താണുള്ളത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവളുടെ അപ്പനെ അമ്മയും കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട് കേട്ടോ. കാരണം ഇവളുടെ ഓരോ വീഡിയോകൾ കാണുമ്പോഴും അതിന്റെ താഴെ വരുന്ന കമന്റുകൾ വായിക്കുമ്പോഴത്തേക്ക് ആ പാവങ്ങൾ കേൾക്കുന്ന തെറിക്ക് കൈയും കണക്കുമില്ല. ഒരിക്കലും നിങ്ങൾ ആരും അവളുടെ അപ്പനെ അമ്മയൊന്നും പറയരുത്. കാരണം ഇങ്ങനെ ഓരോ കുടുംബത്തിൽ ഓരോ പിഴച്ച സന്തതികൾ ഉണ്ടായി പോകുന്നതൊന്നും അവരുടെ തെറ്റൊന്നും അല്ലെന്നേ. അവളുടെ ഇനി പുതിയ കൊണയടികൾ എന്താണ് എന്നുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.